എന്തുകൊണ്ടാണ് JCBക്ക് ഇങ്ങനെ ഒരു പേര് കിട്ടിയെന്ന് അറിയാമോ? JCB എന്ന് പറഞ്ഞാൽ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ലോകമെമ്പാടും വളരെയധികം ജനപ്രിയമാണിവ. ഇന്ത്യൻ റോഡുകളിലെ പതിവ് ദൃശ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് JCB. റോഡ്, കെട്ടിട നിർമ്മാണ സൈറ്റുകളിലും സുപ്രധാന ജോലികൾക്കായിട്ട് ഇവ ഉണ്ടാകും. മനുഷ്യൻ്റെ ജോലിയെ വളരെ ആയാസമാക്കിയ ഒരു വിപ്ലവ നിർമ്മിതിയാണ് ഈ മെഷീൻ. ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മറ്റും JCB എവിടെയെങ്കിലും പണിക്കെത്തിയാൽ അത് കൗതുകപൂർവ്വം കണ്ടു നിൽക്കാൻ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായഭേദമന്യേ അനേകം ആളുകളും ഉണ്ടാകും. കുന്നിൻ ചെരുവിലോ നിർമ്മാണ സൈറ്റിലോ നിലയുറപ്പിച്ച് നീളം കൈക്കൊണ്ട് മണ്ണുമാന്തി ടിപ്പറുകളിൽ നിറയ്ക്കുകയും നിലം ലെവൽ ചെയ്യുന്നതുമായ JCBക്ക് വലിയ ആരാധകരാണ് രാജ്യത്തുള്ളത്. അടുത്തിടെ JCBയോടുള്ള ആരാധന സമൂഹമാധ്യമങ്ങളിൽ കവിഞ്ഞൊഴുകിയിരുന്നു. കേരളത്തിലെ പ്രളയവേളയിൽ പലയിടത്തും ഒരു രക്ഷകൻ്റെ പരിവേഷമായിരുന്നു JCBകൾക്ക്. കരകവിഞ്ഞൊഴുകുന്ന പുഴയോ ഉരുൾപൊട്ടി മാർഗമധ്യേ വീണുകിടക്കുന്ന മണ്ണോ മരമോ ഒന്നും തന്നെ ഇവയ്ക്ക് തടസ്സമായിരുന്നില്ല. ഇനി JCBക്ക് ആ പേരെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. UK ആസ്ഥാനമാക്കിയ ജെസി ബാംഫേർഡ് എക്സ്കവേറ്റേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് JCBയുടെ നിർമ്മാതാക്കൾ. ഇംഗ്ലണ്ടിലെ സ്റ്റാംഫോർഡ് ഷയറിലാണ് JCBയുടെ ആസ്ഥാനം. ഇന്ന് 4 ഭൂഖണ്ഡങ്ങളിലായി കമ്പനിയുടെ നിർമ്മാണശാലകൾ പടർന്നു കിടക്കുന്നു. 1945 JCB വിപണിയിലെത്തുന്നത്. ഒരു പേര് പോലും ഇല്ലാതെയാണ് ഈ മെഷീൻ പുറത്തിറങ്ങിയത്. ഇത്തരത്തിലുള്ള വാഹനത്തിന് എന്ത് പേര് നൽകണമെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു അന്ന് നിർമ്മാതാക്കൾ. പിന്നെ JCBക്ക് ഈ പേര് എവിടെ നിന്ന് കിട്ടി എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. വർഷങ്ങളോളം പേരില്ലാതിരുന്ന ഈ വാഹനത്തിന് പിൽക്കാലത്തെ കമ്പനിയുടെ സ്ഥാപകൻ ജോസഫ് സെറിൻ ബാംഫോർഡിൻ്റെ പേരാണ് ഇതിന് നൽകിയത്. മറ്റൊരു കൗതുകമായ വാർത്ത എന്തെന്നാൽ ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ നിർമ്മാണശാല തുടങ്ങിയ ആദ്യ ബ്രിട്ടീഷ് കമ്പനിയും JCB തന്നെയാണ്. ഇന്ന് ആഗോള വിപണിയിലേക്ക് JCBയുടെ ഏറ്റവും അധികം കയറ്റുമതി നടക്കുന്നത് ഇന്ത്യയിൽ നിന്നുമാണ്. യുദ്ധാവശ്യങ്ങൾക്ക് ശേഷം മിച്ചം വന്ന ഘടകങ്ങൾ ഉപയോഗിച്ച് 1945 ജോസഫ് സെറിൻ ബാംഫോർഡ് തൻ്റെ ആദ്യ മെഷീൻ പുറത്തിറക്കുന്നത്. ഒരു പെട്ടി വണ്ടിയായിരുന്നു അദ്ദേഹം ആദ്യം നിർമ്മിച്ചത്. അന്ന് 45 പൗണ്ടുകൾക്കാണ് ബാംഫോർഡ് ഇവ വിറ്റിരുന്നത്. മറ്റൊരു അമ്പരപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 1948 JCBയുടെ കമ്പനിയിൽ 6 ജോലിക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ലോകമെമ്പാടും 11,000 തൊഴിലാളികളാണ് കമ്പനിയിൽ ഉള്ളത്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലുമെല്ലാം നിറഞ്ഞാടുന്ന JCBകൾക്ക് എന്തുകൊണ്ടാണ് മഞ്ഞ നിറം? തുടക്കത്തിൽ JCB മെഷീനുകൾക്ക് ചുവപ്പും വെള്ളയും നിറങ്ങളായിരുന്നു നൽകിയിരുന്നത്. പിന്നീടാണ് അത് മഞ്ഞയാക്കി മാറ്റിയത്. ഇതിന് പിന്നിലെ പ്രധാന കാരണം വാഹനത്തിൻ്റെ മഞ്ഞ നിറം മണ്ണെടുക്കുന്ന സൈറ്റിൽ പകലായാലും രാത്രിയായാലും എളുപ്പത്തിൽ കണ്ടെത്താനും തിരിച്ചറിയാനും സാധിക്കുമെന്നതിനാലാണ്.